അദ്ദേഹത്തിന്റെ കവിതകളും അധ്യായങ്ങളും വേൾഡ് ഫേമസ് ആണ്, ലോകത്ത് പ്രസിദ്ധമാണ്. ലോകത്തിലെ വിവിധ ഭാഷകളിലേക്ക് അല്ലാമ റൂമിയുടെ രചനകൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രചനകളിൽ ഒരുപാട് പ്രസിദ്ധമായ രചനകളുണ്ട്. അതിൽ ഏറ്റവും ടോപ്പായി നിൽക്കുന്നത് മസ്നവി മസ്നവി എന്നാണ്. മസ്നവി മഅനവി, അതാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ രചന. സൂഫിസത്തിന്റെയോ ഇസ്ലാമിന്റെയോ മറ്റേതെങ്കിലും മതത്തിന്റെയോ മാത്രം വീക്ഷണം പുലർത്തുന്നതല്ല റൂമിയുടെ ലോകം. അദ്ദേഹം വിശ്വസ്നേഹത്തിന്റെയും ദൈവാനുരാഗത്തിന്റെയും ഒരുപാട് കവിതകൾ എഴുതി ചേർത്തിട്ടുണ്ട്. 1207 ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ ബൽഖ് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് ആദരിക്കപ്പെടുന്ന പ്രഗത്ഭനായ ജനങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഒരു വലിയ സൂഫി പണ്ഡിതനായ ബഹാവുദ്ദീൻ വലദ് ആയിരുന്നു. ബഹാവുദ്ദീൻ വലദ് പേരുകളൊക്കെ പഠിച്ചു വെക്കാം. അദ്ദേഹത്തിന്റെ കുടുംബം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തലമുറയുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. ആധുനിക ചരിത്രകാരന്മാർ അത് അംഗീകരിക്കുന്നില്ലെങ്കിലും പഴയകാല ചരിത്രത്തിൽ അങ്ങനെ തന്നെയാണ്. സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ കുടുംബപരമായി ബന്ധിക്കുന്നുണ്ട്. 1215 1220 ഇടയിൽ മംഗോളിയൻ പടയോട്ടത്തെ തുടർന്ന് പിതാവിനൊപ്പം അദ്ദേഹം ബൽക്ക് വിട്ടു. മംഗോളിയക്കാരുടെ കടന്നാക്രമണം അഫ്ഗാനിൽ സംഭവിച്ചപ്പോൾ അവിടെ നിന്നും വീട് ഒക്കെ ഒഴിവാക്കി അവര് നാട് വിട്ടതാണ്. ഈ അവസരത്തിലാണ് വിഖ്യാത സൂഫി അന്യനായ കവി നിഷാപൂർ പട്ടണത്തിൽ വെച്ച് റൂമി കണ്ടുമുട്ടി. അദ്ദേഹത്തിന് അത്താർ എന്നാണ് പേര്. അദ്ദേഹത്തെ കണ്ടുമുട്ടി. സൂഫി പാതയിൽ അദ്ദേഹത്തിൽ നിന്നാണ് ഒരു ആകർഷണം ഉണ്ടായത്. ഈ കൂടിക്കാഴ്ച റൂമിയുടെ ജീവിതത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയി മാറുകയും അദ്ദേഹം സൂഫിസത്തിലേക്ക് വഴിമാറുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം മക്കയിലേക്ക് പോയി. 1228 ഈ കുടുംബം കോന്നിയിൽ വന്ന് താമസിച്ചു. അന്ന് മക്ക തുർക്കിയുടെ കീഴിലാണല്ലോ. 1238 തന്റെ പിതാവിന്റെ മരണശേഷം അദ്ദേഹം അലപ്പോയിലും അതുപോലെ തന്നെ ഡമസ്കസിലും പോയിട്ട് പഠനം നടത്തി. ഡമസ്കസിൽ പോയി പഠിച്ചു. അന്ന് ഡമസ്കസ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ നഗരമാണ്. അങ്ങനെ 1240 അദ്ദേഹം പഠനമൊക്കെ കഴിഞ്ഞ് കോന്നിയിൽ തന്നെ തിരിച്ചെത്തി. അങ്ങനെ 4 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം കോന്നിയിൽ വന്ന് അദ്ദേഹം മഹാനായ മുഹമ്മദ് ഷംസ് തിബ്രീസി എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ കഴിഞ്ഞു. 1240 തിബ്രീസി കൊല ചെയ്യപ്പെട്ടു. ആ സന്ദർഭത്തിൽ അദ്ദേഹം വളരെയധികം വിഷമിച്ചു. അതോടുകൂടി ഭൗതിക ലോകത്തോട് അദ്ദേഹം വിട പറഞ്ഞ് ധ്യാനത്തിൽ മുഴുകി. ഈ ധ്യാന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട masnavimanavi എന്ന ഗ്രന്ഥം രചിച്ചത്. 1273 66 വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. സ്വന്തം പിതാവിന്റെ ഖബറിനടുത്ത് തന്നെ മറവ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ പിതാവ് ബഹാവുദ്ദീൻ വലദിന്റെ ഖബറും അവിടെ തന്നെയുണ്ട്. മസ്നവിയാണ് അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന കൃതി എന്ന് പറഞ്ഞല്ലോ. masnavimanavi എന്ന് പറഞ്ഞാൽ മസ്നവിനെ പറയാനുള്ളൂ. മസ്നവി എന്ന പരക്കെ അറിയപ്പെടുന്ന masnavimanaviയാണ് റൂമി കൃതികളിൽ ഏറ്റവും വിഖ്യാതം. ആത്മീയ ജ്ഞാനത്തിന്റെ വരികളാണ് അതിലുള്ളത്. അദ്ദേഹത്തിന് 54 വയസ്സിൽ ആരംഭിച്ച രചന മരണം വരെ തുടർന്നു. 6 ഭാഗങ്ങളായി തിരിച്ചുള്ള ഈ കൃതിയുടെ അവസാന ഭാഗം അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ഖുർആന്, ഹദീസ്, ബൈബിള്, അതുപോലെ തന്നെ വിവിധ മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ, ഇതൊക്കെ അതിൽ അദ്ദേഹം ചേർത്തിട്ടുണ്ട്. ആ സ്രോതസ്സുകളിൽ നിന്നുള്ള കഥകളും സംഭവങ്ങളും സാരോപദേശങ്ങളും ഒക്കെ പുനർനിർമ്മിച്ചുകൊണ്ടുള്ള ഒരു അപൂർവ ശൈലിയാണ് അദ്ദേഹം ഈ കൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 50,000 വരികളുള്ള masnavimanavi പേർഷ്യൻ ഓട്ടോമൻ സാഹിത്യത്തിൽ ഉപയോഗപ്പെട്ടിരുന്ന മസ്നവി പദ്യശൈലിയാണ്. ആ ശൈലിയിലാണ് രചിച്ചിട്ടുള്ളത്. ഇതിലെ 424 കഥകൾ ദൈവികമായി ബന്ധപ്പെടുന്നതും മനുഷ്യനെ നിരന്തരമായി അന്വേഷണത്തിന് പ്രേരിപ്പിക്കുന്നതുമാണ്. പേർഷ്യൻ സാഹിത്യത്തിലെയും സൂഫി സാഹിത്യത്തിലെയും ഏറ്റവും മികച്ചതും സ്വാധീനിക്കപ്പെട്ടതുമായ കൃതിയാണ് masnavimanavi. നമുക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ നമ്മളത്ര പരിചയമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ അത്ര പ്രാധാന്യത്തോടെ നമ്മൾ കാണൂല. നേരെ മറിച്ച് വലിയ മഹാകവിയാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെയുള്ള വലിയ മഹാകവികളെ കുറിച്ച് പറയുന്ന പോലെ സാഹിത്യ ലോകത്ത് അല്ലാമ റൂമിക്ക് വലിയ സ്ഥാനമാണ് ശരിക്കും. ദിവാനെ ഷംസ് എന്നും ദിവാനെ കബീർ എന്നും അറിയപ്പെടുന്ന ദിവാനെ ഷംസ തബ്രീസി എന്ന പേർഷ്യൻ മഹാകാവ്യമാണ് റൂമിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതി. ഗുരുവും സുഹൃത്തുമായ ഷംസ തബ്രീസിയുടെ ബഹുമാനാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടതാണ് ഈ കാവ്യത്തിന് ഈ പേര്. അദ്ദേഹം 40,000-ലേറെ വരികളുണ്ട്. അപ്പൊ അതിന്റെ വലുപ്പം നോക്കും നിങ്ങൾ. സാധാരണ കവിതയല്ല. അതുപോലെ പദ്യേതരമായി ഒരുപാട് കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കഥകള്, ദാർശനിക സാഹിത്യങ്ങള്, അതുപോലെ തന്നെ മതത്തെക്കുറിച്ചും അതുപോലെ തന്നെ ദൈവിക മതത്തെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങള്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ
സബഅ മജാലിസ് എന്ന് പറയുന്ന സബഅ മജാലിസ് 7 പ്രഭാഷണങ്ങൾ, ഖുർആന്റെയും ഹദീസുകളുടെയും ആന്തരിക ജ്ഞാനം ഈ പ്രഭാഷണങ്ങളിലൂടെ റൂമി വെളിപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും ശിഷ്യന്മാർക്കും ഭരണകർത്താക്കൾക്കും ഉദ്യോഗസ്ഥന്മാർക്കുമായി അയച്ചിരുന്ന കത്തുകളുടെ ഒരു സമാഹരണമുണ്ട്. കത്തയച്ചിരുന്നു അദ്ദേഹം ഭരണാധികാരികൾക്ക്, സുഹൃത്തുക്കൾക്ക്, ബന്ധപ്പെട്ടവർക്ക്. ആ കത്തുകളുടെ ഒരു സമാഹാരം മക്കാത്തീബ് എന്നാണ് അതിന് പറയാം, മക്കാത്തീബ്. അങ്ങനെയുള്ള ഒരുപാട് കൃതികൾ എഴുതിയ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് അല്ലാമ റൂമി. ഇത്രയുമാണ് റൂമിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി പറയാനുള്ളത് കോണിയ എന്ന നഗരത്തെ കുറിച്ചാണ്. കോന്യ എന്ന് പറഞ്ഞ തുർക്കി ഉച്ചാരണമാണ്. മധ്യ തുർക്കിയിലെ സെൻട്രൽ അനറ്റോളിയൻ പീഠഭൂമിയുടെ തെക്ക് പടിഞ്ഞാറൻ അറ്റത്തുള്ള ഒരു വലിയ വ്യാവസായിക വികസിത നഗരമാണ് ശരിക്കും കോന്യ. നമ്മളിപ്പോ അലിജാസിന്റെ ടൂറിൽ കൊനിയ എന്ന് പറയുന്ന പ്രസിദ്ധമായ നഗരത്തിലേക്ക് യാത്ര ചെയ്യാം. കൊനിയയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒന്ന് അല്ലാമ റൂമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ മക്ബറയും അതിനോടനുബന്ധിച്ചുള്ള മൗലാന മ്യൂസിയവുമാണ്. അത് കൊനിയയിലാണ്. അതേക്കുറിച്ച് ഞാൻ വിശദീകരിച്ചു. ഇനി മ്യൂസിയത്തെ കുറിച്ചും ആ നഗരത്തെ കുറിച്ചുമാണ് വിവരണം നടത്താനുള്ളത്. കൊന്യ പ്രവിശ്യയുടെ തലസ്ഥാനമായ ഈ സ്ഥലം അഥവാ നമ്മൾ ചെല്ലുന്ന ആ കൊന്യ എന്ന് പറയുന്ന സ്ഥലം തന്നെ അതിന്റെ കേന്ദ്രമാണ്. ആ പ്രദേശത്തിന്റെ നിരവധി നൂതന നഗര പദ്ധതികളാൽ പലപ്പോഴും വ്യത്യസ്തമായ ചരിത്രങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഒരു പ്രദേശം എന്നാണ് അതിനെ കുറിച്ച് പറയാം. പുരാതന കാലത്തും സെൽജൂക്കി ഭരണകാലത്തും ഇത് ഐക്കോണിയം, ഗ്രീക്ക് ഭാഷയാണ്, എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സെൽജൂക്കുകൾ ഇതിനെ സർക്കാരിന്റെ ഇരിപ്പിടം എന്ന അർത്ഥത്തിൽ വരുന്ന ദാറൽ മുൽക്ക് എന്നാണ് പേര് പറഞ്ഞിരുന്നത്. സെൽജൂക്കി ഭരണകാലത്തിൽ ദാറൽ മുൽക്ക് എന്നറിയപ്പെട്ടു. ഐക്കോണിയം എന്ന് റോമൻ കാലഘട്ടത്തിൽ, ഗ്രീക്ക് കാലഘട്ടത്തിൽ അറിയപ്പെട്ടു. 19ാം നൂറ്റാണ്ടിലെ നഗരത്തിന്റെ ഇംഗ്ലീഷിലെ വിവരണങ്ങളിൽ അതിന്റെ പേര് സാധാരണയായി കൊനിയ അല്ലെങ്കിൽ കുനിയ എന്നാണ് എഴുതിയിരിക്കുന്നത്. കോനിയ അല്ലെങ്കിൽ കുനിയ. 2021 ഒരു കണക്കനുസരിച്ച് ഈ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ, വലിയ നഗരമാണ്, മെട്രോപൊളിറ്റൻ സിറ്റി അല്ല, ശരിക്കും ഒരു പ്രവിശ്യ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, 22,76,77,017 ആയിരുന്നു ഇവിടുത്തെ ജനസംഖ്യ. അതായത് 22,77,017 ജനസംഖ്യ. ഏറ്റവും ജനസംഖ്യയുള്ള തുർക്കിയിലെ 7ാമത്തെ നഗരമാണിത്. തുർക്കിയിലെ നഗര ജനസംഖ്യയുടെ കണക്കനുസരിച്ച് 7ാമത്തെ നഗരം, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം. അതോടൊപ്പം തന്നെ ഇസ്തംബൂളിൽ നിന്നും അങ്കാറിൽ നിന്നുമുള്ള ഹൈസ്പീഡ് ട്രെയിൻ സർവീസുകളാണ് ഇങ്ങോട്ട് ആളുകൾ എത്തിക്കുന്നത്. ഗതാഗതത്തിൽ നല്ല സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ പ്രാദേശിക വിമാനത്താവളം കോന്യ ഹവാലിമാനി, ഇവരുടെ ഭാഷയിൽ ഹവാലിമാനി എന്ന് എയർപോർട്ടാണ് പറയുക. ഇസ്തംബൂളിൽ നിന്നുള്ള വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. ഐക്കോണിയം എന്ന പേര് വരാൻ കാരണം കോന്യ ക്ലാസിക്കൽ പ്രാചീനതയിലും മധ്യകാലഘട്ടത്തിലും ഗ്രീക്ക്, അന്ന് മധ്യകാല അഫെറസിസ് കോണിയോ ഉപയോഗിച്ച് ലാറ്റിനിൽ ഐക്കോണിയം എന്നറിയപ്പെട്ടു. ലാറ്റിൻ ഭാഷയാണ്. പഴയ ലുവിയൻ നാമമായ ഇക്വാനിയയുടെ ഹെല്ലനിസേഷൻ എന്നാണ് ഐക്കോണിയം എന്ന പേര് വരാൻ കാരണമെന്ന് ചരിത്രത്തിൽ കാണുന്നത്. ഗ്രീക്കുകാരുടെ പ്രയോഗമാണത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ചരിത്രം പരിശോധിച്ചാൽ BC 3ാം സഹസ്രാബ്ദം, ആ കാലഘട്ടം മുതൽ കോന്യ പ്രദേശം ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അതിനുശേഷം ഹിറ്റൈറ്റ്സ്, അതുപോലെ തന്നെ ഫ്രിജിയൻസ്, ക്ലാസിക്കൽ ഗ്രീക്കുകൾ, പേർഷ്യൻ, റോമൻ എന്നിവരുടെ ഭരണത്തിന് കീഴിൽ ഈ പ്രദേശത്ത് വ്യത്യസ്ത സംസ്കാരങ്ങൾ വളർന്നു. 11ാം നൂറ്റാണ്ടിൽ സെൽജൂക്ക് തുർക്കികൾ ഈ പ്രദേശം കീഴടക്കി. അന്ന് റോം നിവാസികൾ, അതായത് ബൈസന്റിയൻ ഗ്രീക്ക്, അവരുടെ മേൽ അവര് ഭരണം നടത്തി, ഈ പ്രദേശത്ത് ഭരണം നടത്തുകയും കോനിയെ അവരുടെ പുതിയ സുൽത്താനേറ്റ് ആക്കി മാറ്റുകയും ചെയ്തു. സെൽജൂക്കുകളുടെ കീഴിൽ നഗരം അതിന്റെ സാമ്പത്തികമായ സ്വാധീനത്തിന്റെയും വളർച്ചയുടെയും ഔന്നത്യത്തിലെത്തി എന്ന് ചരിത്ര രേഖയുണ്ട്. ആ കാലഘട്ടത്തിൽ 15ാം നൂറ്റാണ്ടിൽ ഒട്ടോമൻ സാമ്രാജ്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് കൊനിയ ഒരു പ്രധാനപ്പെട്ട നഗരമായി വികസിച്ചു വരികയായിരുന്നു. പിന്നീട് തുർക്കി സ്വാതന്ത്ര്യ സമരം നഗരം ആധുനിക റിപ്പബ്ലിക് ഓഫ് തുർക്കിയുടെ ഭാഗമാക്കി മാറ്റി. BC 3000 ചെമ്പുയുഗം എന്നാണ് ആ BC 3000 പറയാ. അവസാന കാലത്ത് ഈ പ്രദേശത്ത് ജനവാസം ഉണ്ടായിരുന്നതായി ഉത്ഖനനങ്ങൾ, എക്സ്കവേഷൻ തെളിയിച്ചിട്ടുണ്ട്. BC 1500 ഫിറ്റൈറ്റുകളുടെ സ്വാധീനത്തിന് കീഴിലായി തീർന്നെങ്കിലും BC 1200 കടൽ ജനത ഇത് കീഴടക്കി. കടൽ ജനത എന്ന് പറയുമ്പോൾ വ്യാപാരത്തിന് മറ്റും കടലിൽ പോകുന്ന വ്യത്യസ്ത വിഭാഗക്കാരെ ഇതിൽ ആധിപത്യം സ്ഥാപിച്ചു.
BC 8-ാം നൂറ്റാണ്ടിൽ സെൻട്രൽ അനറ്റോലിയയിൽ ഫ്രിജിയൻസ് തങ്ങളുടെ രാജ്യം സ്ഥാപിച്ചു. ഫ്രിജിയൻസ് എന്ന് പറയുന്ന വിഭാഗമാണ് ഒരു ഭരണം സ്ഥാപിച്ചത്. ഫ്രിജിയയുടെ അവസാന നഗരമായി സെനോഫോൺ ഐക്കോണിയത്തെ, അതായത് ആദ്യം ഈ നഗരത്തെ ആ പേരാണ് വിളിച്ചിരുന്നത് എന്ന് പറഞ്ഞല്ലോ, വിശദീകരിക്കുന്ന ഒരു അധ്യായം തന്നെ അതിൽ പറയുന്നുണ്ട്. സിമ്മേറിയൻ ആക്രമണകാരികളാൽ ഈ പ്രദേശം കീഴടക്കി 690 BC-യിൽ പിന്നീട് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി. BC 333-ൽ ഡാരിയസ് എന്ന് പറയുന്ന ദാരിയസ് മൂന്നാമനെ, അന്നത്തെ ഭരണാധികാരിയുടെ പേരാണത്, മഹാനായ അലക്സാണ്ടർ പരാജയപ്പെടുത്തുന്നത് വരെ ഈ പ്രദേശം അവരുടെ കയ്യിലായിരുന്നു. അലക്സാണ്ടർ ഇത് കൈയടക്കി. അലക്സാണ്ടറിന്റെ മരണശേഷം താമസിയാതെ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം പിളർന്ന് നഗരം സെലൂക്കസ് നിക്കേറ്റിന്റെ ഭരണത്തിന്റെ കീഴിലായി എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഈ പ്രദേശം പലതരത്തിലുള്ള ഭരണാധികാരികളുടെ കീഴിൽ കടന്നു വന്ന ഒരു പ്രദേശമാണ്. ഇവിടുത്തെ പെർഗമോണിയയിലെ അവസാനത്തെ രാജാവായ അറ്റാലസ് മൂന്നാമന്റെ ഒരു അവകാശിയില്ലാതെ അയാൾ കടന്നുപോയപ്പോൾ അദ്ദേഹം തന്റെ രാജ്യം റോമൻ റിപ്പബ്ലിക്കിന് വിട്ടുകൊടുത്തു. അങ്ങനെയാണ് റോമിന്റെ കയ്യിൽ ഈ പ്രദേശം വരുന്നത്. ഇതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിവിധ ഭരണ മാറ്റങ്ങൾ ഉണ്ടായ പ്രദേശമായി ഇതിനെ കാണാൻ കഴിയും. 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ ദൈവശാസ്ത്രജ്ഞനായ ആൽബർട്ട് ബോൾസ് തിമോത്തി പൗലോസിനൊപ്പം ഇക്കോണിയം, അന്തോക്യ, ലുസ്ത്ര എന്നിവിടങ്ങളിൽ ഉണ്ടായി ഇവിടുത്തെ ചരിത്രങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 50-ൽ പോളണ്ടിന്റെ 2-ാം മിഷണറി യാത്രക്കിടയിലും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ 3-ാം മിഷണറി യാത്രയുടെ തുടക്കത്തിനടുത്തും പോളും ശീലാസും കോനിയ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. പോളണ്ട് അല്ല, പോൾ എന്നാണ് അദ്ദേഹത്തിന്റെ ആ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ആധിപത്യ കാലഘട്ടത്തിൽ ഇവിടെ സന്ദർശിച്ച സഞ്ചാരികളെ കുറിച്ചാണ് ചരിത്ര പുസ്തകത്തിൽ അങ്ങനെ പറയുന്നത്. വിവിധ പ്രദേശത്തു നിന്ന് ആളുകൾ ഇവിടെ വന്ന് ഈ പ്രദേശത്തിന്റെ പ്രകൃതി സൗന്ദര്യം കാണുന്നതിന് വേണ്ടിയും പ്രത്യേകിച്ച് അല്ലാമ റൂമിയുടെ ഒരു കേന്ദ്രം എന്ന രീതിയിലും ഒരുപാട് സാഹിത്യകാരന്മാരും ചിന്തകന്മാരും ബുദ്ധിജീവികളും ഒക്കെ ഈ പ്രദേശത്തേക്ക് കടന്നു വന്നിരുന്നതായി ചരിത്രത്തിൽ രേഖയുണ്ട്. ബൈസാന്റിയൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ നഗരം അനറ്റോളിക് തീമിന്റെ ഭാഗമായി. 8-ാം നൂറ്റാണ്ടിനും 10-ാം നൂറ്റാണ്ടിനും ഇടയിൽ അറബ് ബൈസന്റിയൻ യുദ്ധങ്ങളിൽ പട്ടണവും അടുത്തുള്ള കബല്ല കോട്ടയും അത് ആക്രമണങ്ങളുടെ ലക്ഷ്യമായി ആക്രമിക്കപ്പെട്ടു. ആ ആക്രമണത്തിൽ പല നാശനഷ്ടങ്ങളും സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നീട് സെൽജൂക്ക് യുഗമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1307-ൽ അനറ്റോളിയൻ സെൽജൂക്ക് സുൽത്താനേറ്റിന്റെ പതനത്തെ തുടർന്ന് കൊനിയ ഒരു ടർക്കിഷ് ബെലിക്കോയ എന്ന് പറയുന്ന ആ പ്രദേശത്തിന്റെ തലസ്ഥാന നഗരിയായി മാറി. തുർക്കിയിലെ ഒരു നഗരത്തിന്റെ തലസ്ഥാനമായി എന്നർത്ഥം. ഒട്ടോമൻ ഭരണത്തിന്റെ കീഴിൽ സുൽത്താന്റെ മക്കളാണ് കൊനിയ ഭരിച്ചത്. പിന്നീട് 1483-നും 1864-നും ഇടയിൽ കരാമൻ ഇയാലറ്റിന്റെ ഭരണ തലസ്ഥാനമായിരുന്ന കൊനിയ പരിഷ്കരിച്ച 1864-ലെ പുതിയ ഒരു സാമ്പ്രദായിക പ്രദേശം, അതായത് പഴയ കാലഘട്ടത്തിലെ ഈ പ്രാചീന സംസ്കാരത്തിന്റെ കേന്ദ്രമായി മാറി എന്നാണ് പറയുന്നത്. 1832-ൽ കവാലിയിലെ മുഹമ്മദ് അലി പാഷ അനറ്റോലിയ ആക്രമിച്ചു. അദ്ദേഹത്തിന്റെ മകൻ ഇബ്രാഹിം പാഷ കൊനിയ കൈവശപ്പെടുത്തി. യൂറോപ്യൻ ശക്തികളുടെ സഹായത്തോടെ അദ്ദേഹത്തെ യൂറോപ്യൻ ശക്തികൾ കൂടിച്ചേർന്നുകൊണ്ടാണ് പുറത്താക്കി. കൊനിയ 1837-ൽ സന്ദർശിച്ച ബ്രിട്ടീഷ് സഞ്ചാരിയായ വില്യൻ ഹാമിൽട്ടൺ വിവരിച്ചതുപോലെ നാശത്തിന്റെയും ജീർണതയുടെയും ഒരു രംഗം അവിടെ രേഖപ്പെടുത്തി കാണുന്നുണ്ട്. 1842-ൽ പ്രസിദ്ധീകരിച്ച ഏഷ്യ മൈനർ, പോണ്ടസ്, അർമേനിയ എന്നിവിടങ്ങളിൽ അദ്ദേഹത്തിന്റെ ചരിത്രരേഖകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. 1923-ൽ ഗ്രീസും തുർക്കിയും തമ്മിലുള്ള ജനസംഖ്യാ വിനിമയ സമയത്ത് അടുത്തുള്ള ഗ്രാമമായ സില്ലയിലെ ഗ്രീക്കുകാർ അഭയാർത്ഥികളായി പോയി ഗ്രീസിൽ പുനരധിവസിപ്പിക്കാൻ തുടങ്ങിയത്. ഗ്രീസിൽ അവർ വീണ്ടും ഇവിടുന്ന് പോയിട്ട് ഗ്രീസിൽ അവർ താമസിക്കാൻ തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. കൊനിയയിൽ ആദ്യത്തെ പ്രാദേശിക ഭരണകൂടം വരുന്ന 1830-ലാണ്. 1876-ൽ മുനിസിപ്പാലിറ്റിയായി. 1989 മാർച്ചിൽ മുനിസിപ്പാലിറ്റി ഒരു മെട്രോപൊളിറ്റൻ മുനിസിപ്പാലിറ്റിയായി മാറി. അങ്ങനെ വികസിച്ചു നിൽക്കുന്ന തുർക്കിയിലെ ഒരു പ്രധാനപ്പെട്ട നഗരമാണ് ഇപ്പോഴും കൊനിയ. 2012-ൽ കൊനിയയിൽ നിന്നുള്ള കയറ്റുമതി 130 രാജ്യങ്ങളിൽ എത്തിയെന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും വലിയ പ്രവിശ്യ എന്ന് ഇതിന് പറയാമെങ്കിലും സമതലത്തിൽ കോന്യ തുർക്കിയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള 7ാമത്തെ നഗരമായിട്ടാണ് അറിയപ്പെടുന്നത്. 1273-ൽ റൂമിയുടെ അനുയായികൾ ഇസ്ലാമിന്റെ മെവലി സൂഫി ക്രമം സ്ഥാപിക്കുകയും ആ പ്രദേശം ഒരു ഇസ്ലാമിക സൂഫിസ കേന്ദ്രമായി അറിയപ്പെടുകയും ചെയ്തു. ഒരു നവോത്ഥാന പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. തുർക്കിയിലെ കൊനിയയിലുള്ള മൗലാന മ്യൂസിയം, ഇൻഷാ അല്ലാഹ്, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ ആ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട്, രചനകളുമായി ബന്ധപ്പെട്ട് ആവിഷ്കാരങ്ങൾ ഇങ്ങനെ അവര് പ്രത്യേകമായി പ്രതിമാ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചത് നമുക്ക് കാണാൻ കഴിയും.
ഓരോ കൊച്ചു കൊച്ചു റൂമുകളിലായി അദ്ദേഹത്തിന്റെ ഓരോ കഥകളും ആശയങ്ങളും ആവിഷ്കരിക്കുന്ന തരത്തിൽ നമുക്കത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. ഈ മോഡേൺ ആർട്ട് പോലെ അതിന് അർത്ഥങ്ങളും അതുപോലെ തന്നെ അതിന്റെ സന്ദേശങ്ങളും ഒക്കെ ഉണ്ടാവും. അത് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുമായി ആധാരമാക്കി ഉണ്ടാക്കിയതാണ്. നമുക്കൊരു പക്ഷെ ആ പുസ്തകം വായിക്കാത്തത് കൊണ്ട് എന്താണ് ഈ പ്രത്യേകമായ സ്റ്റാച്യു, അതുപോലെ തന്നെ പ്രത്യേകമായ വരകൾ, അതുപോലെ തന്നെ പ്രത്യേകമായ ചിത്രങ്ങൾ ഉദ്ദേശിക്കപ്പെടുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അവിടെ ആ പ്രദേശത്ത് ഒരുപാട് സാമൂഹ്യ സാംസ്കാരിക ചിന്തകന്മാരും ബുദ്ധിജീവികളും ഇത് കാണാൻ വരികയും അതിന്റെ പ്രത്യേകതകൾ അവർ ആസ്വദിക്കുകയും ചെയ്തതായി ചരിത്ര പുസ്തകത്തിലുണ്ട്. അവിടെ ആ മ്യൂസിയം നമുക്ക് ഇൻഷാ അല്ലാഹ് നടന്ന് കാണാം. 1854 വരെ യഥാർത്ഥ സമുച്ചയത്തിലേക്ക് കൂടുതൽ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തിട്ടില്ലായിരുന്നു. 854 മുതലാണ് അതിന്റെ വികസനം നടന്നത്. 1926 ഏപ്രിൽ 6 അതാതുർക്ക് പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് പ്രകാരം അദ്ദേഹത്തിന്റെ മക്ബറ പ്രത്യേകമായി ഇന്നത്തെ രീതിയിലേക്ക് ആക്കി തീർത്തു എന്നാണ് ചില ചരിത്രകാരന്മാർ എഴുതിയിട്ടുള്ളത്. ആ രീതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൗലാന മ്യൂസിയം. അതിനോട് ചേർന്നുള്ള ചെറിയൊരു മസ്ജിദ് ഉണ്ട്. ആ മസ്ജിദും വളരെ പ്രധാനമാണ്. ഇവിടെ 1981 1994 ഇടയിൽ ഉപയോഗിച്ച 5000 ലിറ തുർക്കിഷ് ബാങ്ക് നോട്ടുകളിൽ ഈ ബഹുമാനപ്പെട്ട അല്ലാമ റൂമിയുടെ മക്ബറയുടെ ചിത്രം രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. അലാവുദ്ദീൻ മസ്ജിദ് അവിടെയുണ്ട്. ആ അലാവുദ്ദീൻ മസ്ജിദും ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥലമാണ്. 1155 സെൽജൂഖ് സുൽത്താൻ മെസൂദ് ആ പള്ളിയുടെ പണി ആരംഭിച്ചു. അങ്ങനെ 1155 അവിടെ എഴുതി വെച്ചുള്ള ലിഖിതങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അന്നത്തെ രീതിയിലുള്ള പല ലിഖിതങ്ങളും ഇവിടുത്തെ ചില പള്ളികൾക്കുള്ള പ്രത്യേകത അതാണ്. ആ പള്ളിയിൽ ചില പ്രത്യേക ലിഖിതങ്ങൾ ഉണ്ടാവും. മെസൂദ് ഒന്നാമന്റെ മകൻ തന്റെ പിതാവിന്റെ പള്ളിപ്പണി തുടരുകയും 1219 അത് ഒരു പ്രധാന പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിക്കുകയും ചെയ്തു എന്നാണ് ചരിത്ര പുസ്തകങ്ങളിൽ വായിക്കാൻ എനിക്ക് കഴിഞ്ഞത്.